കൂടി പിടിച്ചോ, MP തരുന്നതാണ് കേട്ടാ. ചെറിയ കച്ചവടക്കാരൻ സ്നേഹാഭിവാദികൾ, ഓണാശംസകൾ പ്രത്യേകമായി. താങ്ക് യു. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പാലക്കാടിൻ്റെ പൊന്നോമന പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന MP നമ്മുടെ ചുങ്കം വന്നിട്ട് ഇന്ന് 7-7:30 ഗ്യാപ്പിൽ വരുന്നുണ്ട്. എല്ലാ ജനങ്ങളെയും സന്തോഷിപ്പിക്കാൻ മാത്രമല്ല എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താനും കൂടിയിട്ട് അവർ വരുന്നുണ്ട്. അപ്പോൾ അവരിലെ കൂടെയുള്ള പഞ്ചായത്ത് അംഗങ്ങൾ അതുപോലുള്ള എല്ലാവരും ഉണ്ടാവും. നമ്മുടെ ശിവരാജേട്ടൻ, അതുപോലെ നമ്മുടെ അബ്ദുക്ക, അല്ലെങ്കിൽ നമ്മുടെ ഇസ്മയിൽക്ക, അതുപോലുള്ള എല്ലാവരും ഉണ്ടാവും. അപ്പം നമ്മൾ ആ കാഴ്ചകൾ, അവരുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടി നമ്മളും പോവാണ് കേട്ടോ. നമ്മുടെ പ്രിയങ്കരനായ MP നമ്മുടെ പഞ്ചായത്തിൽ ഇന്ന് നന്ദി പറയാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. 4 മണിക്ക് അമ്പാട്ടിൽ നിന്നും തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിന്റെ വിഭാഗങ്ങളിൽ കൂടി പോയി നന്ദി പറയുകയും അദ്ദേഹത്തിന് 77,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ പാർലമെന്റിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അത് അദ്ദേഹം ചെയ്ത ഒട്ടനവധി കാര്യം അദ്ദേഹം ഇവിടെ അതിനെ കുറിച്ച് സംസാരിക്കും. അതിന് മുന്നിലായി നമ്മുടെ KPCCയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട തുളസി ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ, ഇവിടെ കൂടിയിട്ടുള്ള UDFന്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ നമ്മുടെ പോഷക സംഘടനയുടെ ആളുകൾ, അതുപോലെ ഈ പ്രദേശത്ത് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് അവരുടെ ജനാധിപത്യ മനസ്സുകൊണ്ട് വോട്ട് ചെയ്ത് നിലവിലെ MP ആയിട്ടുള്ള ശ്രീ VK ശ്രീകണ്ഠന് മികച്ച ഭൂരിപക്ഷം കൊടുത്ത മാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ ചുങ്കമന്ദം പ്രദേശത്തെ ഏറ്റവും ബഹുമാന്യരും പ്രിയങ്കരരുമായിട്ടുള്ള ജനങ്ങൾ, വോട്ടർമാർ, എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. കെടുതികളും കൊണ്ട് വലിയ പ്രയാസത്തിലായിരുന്നു. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നന്ദി പറയാൻ പോകാനുള്ള ഒരു സാവകാശം ആ സമയത്ത് ലഭിച്ചില്ല. പക്ഷേ സമയം വൈകിയത് കൊണ്ട് പ്രശ്നമില്ല. വൈകിയാണെങ്കിലും നമുക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ നേരിൽ കാണണം, അവർക്കുള്ള നന്ദി നേരിട്ട് തന്നെ അറിയിക്കണം എന്നുള്ള നല്ല ഉദ്ദേശത്തിലുടനീളം അദ്ദേഹം ജനങ്ങളോട് വോട്ട് പറയുന്നതിന് വേണ്ടി നേരിട്ട് എത്തിയിരിക്കുന്നത്, നന്ദി പറയുന്നതിന് വേണ്ടി നേരിട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വോട്ട് നൽകി, അല്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിയുടെ ഒരു അംഗീകാരം നൽകി അദ്ദേഹത്തെ വിജയിപ്പിച്ചതിന് ഇനി വരാൻ പോകുന്ന 5 വർഷക്കാലവും ഈ പ്രദേശത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവർക്കുമായി അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ നമുക്ക് വേണ്ടി ശബ്ദമുയർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അതിന്റെ പ്രയോജനം തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒരു വലിയ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ആവശ്യമില്ല, കാരണം നാട് മുഴുവൻ വലിയ തരത്തിലുള്ള പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമാണ്. ക്ഷേമ പെൻഷനുകൾ കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇപ്പൊ ഒരു റേഷൻ കടയിൽ നിന്ന് പോലും നമുക്ക് യഥാർത്ഥത്തിൽ സാധാരണക്കാരന് പട്ടിണി അകറ്റാൻ കിട്ടേണ്ട സാധനങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യം, വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാത്ത സാഹചര്യം എന്ന് മാത്രമല്ല, നാട് മുഴുവൻ വാർത്താ ചാനലുകൾ തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാടിന് വന്നിരിക്കുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയ ആളുകൾ അധികാരത്തിന്റെ എല്ലാ തരത്തിലുള്ള സൗജന്യവും നിൽക്കുക എന്നുള്ളതാണ് എല്ലാ കാലഘട്ടത്തിലും ചെയ്യാനുള്ളത്. നമ്മുടെ MP-യും ആ ഒരു കാര്യം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന കഴിഞ്ഞ 5 വർഷവും അത് തന്നെയാണ് ചെയ്തത്. ഇനി വരാൻ പോകുന്ന 5 വർഷക്കാലവും അദ്ദേഹം അത് തന്നെയായിരിക്കും ചെയ്യുക. അദ്ദേഹത്തിന് ഇനിയും ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മുന്നോട്ടുള്ള നാളുകളിൽ എന്ന് വളരെ വിനയത്തോടുകൂടി നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് നേതാക്കന്മാർ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. UDFന്റെ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്. UDFന്റെ ചെയർമാൻ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലോക്ക് അധ്യക്ഷൻ, അതുപോലെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കർഷക കോൺഗ്രസിന്റെ ശിവരാജേട്ടൻ ഉൾപ്പെടെ
ഇവിടെ നിറയെ UDF-ന്റെ നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരുപാട് ആളുകൾ ഈ നിൽക്കുന്നവരിലുണ്ട്, നമ്മളെ കേൾക്കുന്ന ആളുകളിലുണ്ട്. അവരോട് എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഈ പ്രദേശത്തെ കടകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെയുണ്ട്. അവരോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ നല്ല ആത്മാർത്ഥമായിട്ടുള്ള നന്ദി, ഊഷ്മളമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം എന്നെക്കാൾ പ്രായം കൊണ്ട് മുതിർന്ന, അനുഭവങ്ങൾ കൊണ്ട് മുതിർന്ന എല്ലാ ആളുകളോടും ചോദിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ ഈ പഞ്ചായത്തിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ MP ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഖാദർ അവർ, പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും കർഷക കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റും നമുക്കെല്ലാവർക്കും ആദരണീയനായ ശ്രീ ശിവരാജേട്ടൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത KPCC ജനറൽ സെക്രട്ടറി ശ്രീമതി KA തുളസി, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ, UDF-ന്റെ കൺവീനർ സൈദലവി പൂളക്കാട്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസാദ്, വേദിയിലുള്ള CMP-യുടെ നേതാവ് സ്ഥാനം അരുണാക്ഷൻ, പഞ്ചായത്ത് മെമ്പർമാര്, UDF-ന്റെ മറ്റു നേതാക്കൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയകുമാർ ഉൾപ്പെടെ ഉള്ള ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ഈ നാടിന്റെ സ്വപ്നങ്ങൾ, സാധാരണക്കാരുടെ പ്രയാസങ്ങൾ, ഇതെല്ലാം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ചത്. നമുക്ക് 2019 മുതൽ പാലക്കാട് ആ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടി എത്രയാണോ അതിന്റെ ഒരു 100 ഇരട്ടി ആത്മാർത്ഥമായി നിങ്ങളോടൊപ്പം ഇനിയും പ്രവർത്തിക്കുമെന്നാണ് നിങ്ങളോട് ഉറപ്പ് നൽകാനുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ വയനാട് ദുരന്തം, അതുപോലെ തന്നെ വലിയ പേമാരി, നിരവധി പ്രയാസങ്ങൾ നമുക്കുണ്ടായി. ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം ആ ബസ്സിൽ സഞ്ചരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. കണ്ടക്ടർക്ക് പ്രത്യേകിച്ച്. അപ്പോ അതിനനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണ് നിങ്ങൾ തന്നത്. ഞാൻ പറയുന്നു, ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ കേരളത്തിലെ മറ്റേത് ജില്ലയെക്കാളും വലിയൊരു വികസന കുതിപ്പുണ്ടാകാൻ പോകുന്നത് പാലക്കാട് ജില്ലക്കായിരിക്കുമെന്ന് അടിവരയിട്ട് പറയുക. 2019 പ്രവർത്തനം ആരംഭിച്ച ഇൻഡസ്ട്രിയൽ കോറിഡോറാണ്, സ്മാർട്ട് സിറ്റിയാണ്. ഇവിടെ 3806 കോടി രൂപയുടെ അനുമതി കേന്ദ്രം നൽകിയത്. ഇത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും സംയുക്തമായിട്ടുള്ള പദ്ധതിയാണ്. 2019 തുടങ്ങി 2022 ഇതിനാവശ്യമായ മുഴുവൻ സ്ഥലം ഏറ്റെടുത്തതാണ്. 1344 ഏക്കർ സ്ഥലം കൂടി പിടിച്ചോ, MP തരുന്നതാണ് കേട്ടാ. ഇനി ഇതാ രണ്ടാളെ നീ പിടിച്ചോ. ഇപ്പം പിന്നാലെ വന്ന് തോണ്ടുന്നുണ്ട്. അങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് ഹലോ, വണ്ടി നിർത്തിയോ? കഴിഞ്ഞു. ചെറിയൊരു പരാതിയുണ്ട്. അടുത്ത സ്വപ്നമാണ് വിമാനത്താവളം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ശരിയാക്കും കേട്ടോ. തീർച്ചയായിട്ടും താങ്ക് യു. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം. സീനിയർ ആണ്. ചാർജ് അപ്പൊ ശരിയല്ല. ചാർജ് താങ്ക് യു. സന്തോഷം. ചെറിയ കച്ചവടക്കാരൻ ലൈറ്റ് നമ്മുടെ മൊത്തം എല്ലാവർക്കും സ്നേഹാഭിവാദികൾ, ഓണാശംസകൾ പ്രത്യേകമായി. ഓക്കെ, താങ്ക് യു.
അത് കഴിഞ്ഞ് രാവിലെ തുടങ്ങി രാത്രി 10 അപ്പോൾ 9 മണി നിങ്ങൾ വാട്സപ്പിൽ അപ്പോൾ ടൈം വരെ നമ്മുടെ MP പാലക്കാടിൻ്റെ MP വന്ന് നമ്മുടെ ചുങ്കമന്നത്ത് വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ അതിസംഭവം ചെയ്തതാണ്. ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജനങ്ങളുടെ മുന്നിലും ആൾ അടിപൊളി ഹാപ്പിയായിട്ട് വന്ന് ഭയങ്കര ഒരു അരമണിക്കൂർ മേലെയായില്ലേ അല്ലേ, അരമണിക്കൂർ മേലെയായി അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ട് ആൾ തകർത്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ച് നല്ല അടിപൊളി പ്രസംഗിച്ച് നമ്മുടെ പഞ്ചായത്തിലെ അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും പേരറിയാത്തതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തർ പിന്നെ ശിവരാജേട്ടൻ അതുപോലെ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഇപ്പോൾ ആൾ ഓരോരുത്തരുടെ അടുത്ത് ഓരോ ചർച്ചയിലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റോഡ് കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾ സെറ്റാക്കി കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അതിനുവേണ്ടി ഓരോരുത്തർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളിന് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആൾ പോകുന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, എന്നാ ശരി, കാണാം എല്ലാവരോടും. അപ്പോൾ ഓക്കെ, യോഗം പിരിച്ചു വിട്ടു. ശരി, അപ്പം അങ്ങനെ ചെയ്യാം. നാളെ വിളിച്ചിട്ടില്ലല്ലോ. പത്ത് മിനിറ്റ് ഞാനൊന്നും ഞാനിപ്പോൾ അവിടെ വീടെത്തിയിട്ട് നാളെ വിളിക്കാം. അപ്പോൾ എയർപോർട്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. നാളെ ഉച്ചയ്ക്ക് മുമ്പ് 2 പഞ്ചായത്തുണ്ട്, ഉച്ചയ്ക്ക് ശേഷം 2 പഞ്ചായത്തുണ്ട്. നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ പ്രശ്നം. ഹലോ, ഫോട്ടോ പിന്നെ എടുക്കുന്നുണ്ട്, വീഡിയോ അടിപൊളിയായി എടുത്തിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, നീ പഠിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ശരിട്ടാ, ശരിട്ടാ. കുട്ടനാടിൻ്റെ കാര്യം, വയനാടിൻ്റെ കാര്യം 100% നടത്തി. ഞാനേട്ടാ പറഞ്ഞ പോലെ ഓക്കെ. ഓക്കെ, നമ്മളതിലുണ്ടല്ലേ. താങ്ക് യു. ഓക്കെ ഓക്കെ, ശരി. എന്താ സംശയം? ശരി, ഓക്കെ ഓക്കെ.